ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മളൊരു പിക്കപ്പ് ആയിൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഒക്ടോബർ മാസം മികച്ചതാക്കാൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെയും പോലെ 3 ചിത്രങ്ങൾ തമ്മിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 3 ഡെക്കുകൾ ഇവിടെയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി ഇതിൽ നിന്ന് നിങ്ങളുടെ ഗ്രൂപ്പ് ചൂസ് ചെയ്യേണ്ടതാണ്. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേൾക്കുക. നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്യുന്ന സന്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും മാത്രം സ്വീകരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിംഗിലേക്ക് കടക്കാണ്. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ നമസ്കാരം, ഗ്രൂപ്പ് 1. അപ്പം നിങ്ങൾ തമ്മിലത്തെ ആദ്യത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്ക് ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഒക്ടോബർ മാസം മികച്ചതാക്കാൻ ഗ്രൂപ്പ് 1നുള്ള കളക്റ്റീവ്സ് എന്താണ് ചെയ്യേണ്ടത്? ഒക്ടോബർ മാസം മികച്ചതാക്കാൻ ഗ്രൂപ്പ് 1ലുള്ള കളക്റ്റീവ്സ് എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, ക്ലാരിഫൈ ദ നൈറ്റ് ഓഫ് പെന്റക്കിൾസ്, clarify. Okay, clarify the Ace of Pentacles, ഓക്കെ. അപ്പൊ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്, നിങ്ങളോട് എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ എന്താ പറയാ, നിങ്ങളുടെ പ്രത്യേകിച്ച് ലൈഫിൽ ഏതെങ്കിലും ഒരു പുതിയ തുടക്കങ്ങൾക്ക് വേണ്ടി, ഓക്കെ, സ്റ്റേബിൾ ആയിട്ടുള്ള കാലാകാലങ്ങളിലേക്കായിട്ട് ഒരു പുതിയ തുടക്കം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു മേഖലയിലെങ്കിൽ, അതിൽ നിങ്ങൾ അതിന് മുൻപ് ആ ഒരു മേഖലയിൽ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇല്ലേ? അതിനെ ഉപേക്ഷിക്കാൻ പറയുന്നു. ധൃതി വെച്ച് ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. അതായത് അത് ഉപേക്ഷിച്ചാലേ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന പുതിയ തുടക്കം ഉണ്ടാകൂ എന്ന് വെച്ചിട്ട് ഒരു എന്താ പറയാ, എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ഓടി ഒളിക്കാനോ അതിനെ സപ്രസ് ചെയ്യാനോ ശ്രമിക്കരുത്. സമയമെടുത്ത് സാവധാനം നിങ്ങൾ റിലീസ് ചെയ്യേണ്ടതായിട്ടുള്ള എനർജീസിനെ റിലീസ് ചെയ്യാനായിട്ട് നിങ്ങളോട് പറയുന്നു. അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അത് അങ്ങനെ ചെയ്താലാണ് നിങ്ങൾക്ക് അത് സമയമെടുത്ത് ചെയ്യുമ്പോൾ തന്നെയാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് എന്നേക്കും ഒരു മോചനം കിട്ടുന്നത്. അപ്പോഴാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഉള്ള ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകുന്നത്. ഓക്കെ, അതെപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒരു റിലീസിങ്ങിലൂടെ ആ ഒരു ജേർണിയിൽ നിങ്ങൾ ഒരുപാട്, നിങ്ങൾക്ക് എന്താ പറയണ്ടേ, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ജീവിതത്തെ കുറിച്ചിട്ട്. ഓക്കെ, ഒരുപാട് നിങ്ങൾ പുതിയ പാഠങ്ങൾ പഠിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് നല്ലതാണ് മുന്നോട്ട് പോകുമ്പോൾ. അപ്പൊ അത് കൃത്യമായി അറിയണമെങ്കിൽ, ആ പാഠങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണമെങ്കിൽ, അത് ഈ റിലീസ് ചെയ്യുന്ന കാര്യങ്ങൾ അത് വളരെ സാവധാനം വേണം ചെയ്യാൻ, ക്ഷമയോടെ വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അത് ചെയ്യുന്നത്, അത് നിങ്ങൾ ഒന്നൊന്നായിട്ട് ഈ റിലീസിങ്ങിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ലൈഫിലെ പ്രോഗ്രസ് വരുന്നത് കാണാനായിട്ട് സാധിക്കും, പ്രത്യേകിച്ച് ആ ഒരു മേഖലയിൽ. അത് നിങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് യൂണിവേഴ്സ് പറയണേ. ഈ പറഞ്ഞ പോലെ, പക്ഷെ അത് വിചാരിച്ച് ധൃതി വെച്ച് എങ്ങനെയെങ്കിലും ഒന്ന് അതിൽ നിന്ന് ഓടി ഒളിക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനോ ശ്രമിക്കരുത്. സമയം എടുത്ത് ചെയ്യാൻ എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾക്കായിട്ട് സമയം കണ്ടെത്താൻ പറയുന്നു. ഈ ഒരു ഒക്ടോബർ മാസത്തില് നിങ്ങൾക്കായിട്ട് സമയം കണ്ടെത്താൻ, നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങൾക്ക് നടത്തിയെടുക്കാനായിട്ട് ഒരു അവസരം കിട്ടുമ്പോൾ അത് ഉപയോഗിക്കുക. അതിനെ അവിടെ സാക്രിഫൈസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളും നടത്തി വരുമ്പോൾ നിങ്ങളുടെ പല പണ്ട് മുതലേ ഉള്ള പല ട്രോമാസ് അല്ലെങ്കിൽ പല വൂൺസ് ഹീൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യാം. ഓക്കെ, പ്രത്യേകിച്ച് ഇന്നർ ചൈൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള വൂൺസ് ഒക്കെ ഹീൽ ആകാൻ അത് സഹായിക്കും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ലൈഫിൽ ഈ പാസ്റ്റിൽ നിന്ന് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമാകും, നിങ്ങൾക്ക് അതിന് കൂടുതൽ ആത്മവിശ്വാസം കിട്ടും എന്നാണ് പറയുന്നത്. നിങ്ങളത് മസ്റ്റായിട്ടും ചെയ്യേണ്ടതാണ്. അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന പുതിയ അധ്യായങ്ങളെ 2 കഴിഞ്ഞിട്ട് സ്വീകരിക്കാൻ സാധിക്കുള്ളൂ. പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അതിനെ സ്വീകരിക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, പിന്നെ നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, ആ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം അതില് എന്താ പറയാ, അതിൽ നിന്ന് അതിനിപ്പോ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് ഉണ്ടായിരിക്കും. ആ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ചാലഞ്ചസ് ഇപ്പൊ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴികളും ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ, അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും ഈ ഒക്ടോബർ മാസത്തിൽ. ആ ഒരു ചാലഞ്ചിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴികൾ ആ വരുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഏത് വഴിയെടുത്താലാണോ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പുറത്തു കടക്കാനായിട്ട് സാധിക്കുക, ഓക്കെ, എളുപ്പത്തിൽ അതിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് സാധിക്കുക, ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറയുന്നു. അവിടെ നിങ്ങൾ കൂടുതലൊന്നും ചിന്തിക്കരുത്. ആ ഒരു അവസരങ്ങൾ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് യൂണിവേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ജേർണിയിൽ ഇപ്പം അനുഭവിക്കുന്ന ആ ചാലഞ്ചസിൽ നിന്ന് പുറത്ത് കടക്കാൻ
യൂണിവേഴ്സ് തന്നിട്ടുള്ള അവസരമാണ് എന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നുള്ള ഒരു ചോയ്സ്, ഒരു ഓപ്ഷൻ എടുക്കുക, മുന്നോട്ട് പോകുക. ഓക്കെ, അവിടെ നിങ്ങളുടെ ഈഗോ നിങ്ങളെ എന്താ പറയാ ആ ഒരു ചോയ്സ് അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻസിൽ നിന്ന് ഒന്ന് തെരഞ്ഞെടുക്കുന്നതിൽ നിങ്ങളുടെ ഈഗോ നിങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഇടവരുത്തരുത്. അതിനൊരു സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, ഹാങ്ഡ് മാൻ ആണ് നമുക്ക് അണ്ടർലൈൻ എനർജി ആയിട്ട് കിട്ടിയിരിക്കണേ. അപ്പൊ അതായത് പൊതുവെ ഈ ഒരു മാസത്തില് ഒക്ടോബർ മാസത്തില് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ കാഴ്ചപ്പാടിനെ മാറ്റിമറിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് നടക്കുന്നത്. പക്ഷെ ആ ട്രാൻസ്ഫോർമേഷൻ ഫേസിന്റെ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ് ഈ ഒക്ടോബർ മാസത്തിൽ ഉണ്ടാകുന്നത്. അതാണ് ഈ പറഞ്ഞ പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോ ആ പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതോടുകൂടെ നിങ്ങൾക്ക് ഒരുപാട് പുതിയ അറിവുകൾ കിട്ടുന്നു. നിങ്ങൾക്ക് എന്താ പറയാ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുകയാണ് നിങ്ങളുടെ ലൈഫിനെ പറ്റി. ഓക്കെ, എങ്ങോട്ട് പോകണം, ഏത് വഴി ചൂസ് ചെയ്യണം എന്നതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടുന്നു. അതിനോടൊപ്പം നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസവും ആത്മധൈര്യവും കിട്ടുന്നുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങളുടെ ഏതെങ്കിലും കുറേ നാളായിട്ട് കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കുന്നതിനൊക്കെയുള്ള അവസരങ്ങൾ വരുന്നുണ്ട്. അത് ഉപയോഗിക്കുന്നത് വഴി എന്താ ഉണ്ടാവണേ, കൂടുതൽ ആത്മവിശ്വാസവും ആത്മധൈര്യവും ഉണ്ടാവുന്നത് ലൈഫിൽ മുന്നോട്ട് പോകാൻ. അവസാനിച്ച അധ്യായങ്ങളൊക്കെ ഉപേക്ഷിച്ച് പുതിയ അധ്യായങ്ങളെ സ്വീകരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യവും ആത്മവിശ്വാസവും കൂടുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക്. ഓക്കെ, അതുപോലെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ജേർണി സ്മൂത്ത് ആക്കുന്നതിന് വേണ്ടുന്ന അവസരങ്ങൾ വരുന്നു. അപ്പൊ അതും നിങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുക. അങ്ങനെ ആ ഒരു എന്താ പറയാ നിങ്ങൾക്കുള്ള ചാലഞ്ചസിനെ, നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള മാർഗങ്ങളാണ് യൂണിവേഴ്സ് തരുന്നത് ഈ ഒരു ഒക്ടോബർ മാസത്തിൽ. ഓക്കെ, ഒരു ജിസ്റ്റ് പറയുകയാണെങ്കിൽ അത് കൃത്യമായി നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ഒരു ഈഗോ ഒന്നും ഇല്ലാതെ ഓക്കെ അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വളരെ ഗുണകരമായിരിക്കും. അപ്പൊ ഒരു സറണ്ടറിങ് എനർജിയാണ് ഇവിടെ പറയണത്. ഓക്കെ, യൂണിവേഴ്സിന്റെ ആ ഒരു യൂണിവേഴ്സ് എങ്ങനെയാണോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഈ ട്രാൻസ്ഫോർമേഷന്റെ ഈ ഒരു ഫേസിലൂടെ നിങ്ങൾ എങ്ങനെയാണോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ തന്നെ പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ഓക്കെ, ആ ഒരു മൂവ്മെന്റ്, ഫോർവേഡ് മൂവ്മെന്റിനെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പറ്റണം. ഞാൻ ഇങ്ങനെയല്ല ആഗ്രഹിച്ചത്, എനിക്ക് ഇങ്ങനെയല്ല എൻ്റെ ലൈഫിൽ പ്രോഗ്രസ് വേണ്ടത് എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ എതിർക്കാൻ നിൽക്കരുത്, ഒഴുക്കിനെതിരെ നീന്താൻ ശ്രമിക്കരുത് എന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അർഹിക്കുന്നിടത്തേക്ക്, അതായത് നിങ്ങൾക്ക് എന്താണോ ജീവിതത്തിൽ നിങ്ങൾ അർഹിക്കുന്നത്, ഓരോ മേഖലയിലും നിങ്ങൾ എന്താണോ അർഹിക്കുന്നത് അവിടേക്ക് നിങ്ങൾ എത്തിക്കാനാണ് യൂണിവേഴ്സ് ശ്രമിക്കുന്നത് എന്ന് എപ്പോഴും ഓർക്കുക. ആ ഒരു ഓർമ്മ എപ്പോഴും ഉണ്ടാവുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ലെങ്കിലും നമുക്ക് അതിനെ സ്വീകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഗ്രൂപ്പ് 1 ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകല ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കണം. ഇതുപോലുള്ള റീഡിംഗ് ലഭിക്കുന്നതിന് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. അപ്പോൾ നിങ്ങൾ തമ്മിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒക്ടോബർ മാസം മികച്ചതാക്കാൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒക്ടോബർ മാസം മികച്ചതാക്കുന്നതിന് ഗ്രൂപ്പ് 2 എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് 10 ഓഫ് വീൽസ് ആണ് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത്. ക്ലാരിഫൈ ദ 10 ഓഫ് വീൽസ്. 2 ഓഫ് swords. Clarify the 2 of swords. Clarify the 2 of swords. 8 of swords. Clarify the 8 of swords. 9 of wands. Okay. അപ്പോൾ നിങ്ങളോട് ആദ്യമേ പറയുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. ഓക്കെ, ഒരു സാമ്പത്തികമായിട്ട് നിങ്ങളൊരു സെക്യൂരിറ്റി ആഗ്രഹിക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. അത് നിങ്ങൾക്ക് ഈ മാസം തന്നെ അതിലേക്ക് എത്താൻ സാധിക്കും. അതിലേക്ക് എത്തണമെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് അത് നേടിയെടുക്കാനുള്ള കഴിവുണ്ട് എന്ന് നിങ്ങൾ ആദ്യം വിശ്വസിക്കണം. അതിപ്പോൾ നിങ്ങൾ പറയുമ്പോൾ എനിക്ക് അങ്ങനെ വിശ്വാസമാണ് എന്ന് പറഞ്ഞാൽ സബ് കോൺഷ്യസ്ലി അതല്ല എനർജി. സബ് കോൺഷ്യസ്ലി നിങ്ങൾക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് ഒരുപാട് എന്നെക്കൊണ്ട് അത് സാധിക്കില്ല, അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതിൻ്റെ ഒരു ആഗ്രഹമായിട്ട് നിലനിൽക്കും എന്നുള്ളൊരു ചിന്ത വളരെ വളരെ കൂടുതലാണ്.
അതിന് ശക്തി കൂടുതലാണ്, മനസ്സിലായോ? അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെബിലിറ്റി അക്വയർ ചെയ്യാൻ എങ്ങനെ സാധിക്കും, അല്ലെങ്കിൽ അതിനൊരു വഴി നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റാത്തത്. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റക്ക് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് സ്ട്രെസ്ഡ് ആകുന്നു, ഒരു ബ്ലോക്ക് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അതിന് കാരണം ഇതാണ്, നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. ഈ ഇൻസെക്യൂരിറ്റീസും സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സും നിങ്ങൾ ആദ്യം എടുത്തു കളയുക നിങ്ങളുടെ മനസ്സിൽ നിന്ന്. അതിനെയാണ് നിങ്ങൾ റിലീസ് ചെയ്യേണ്ടത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഇത് ചാലഞ്ചിങ് ആണ്. ഓക്കെ, ഈ ഒരു സെക്യൂരിറ്റി അച്ചീവ് ചെയ്യണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കണം, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ തരണം ചെയ്ത് വേണം വരാൻ എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകും. അത് നിങ്ങളുടെ 3D റിയാലിറ്റിയിൽ നിങ്ങൾക്ക് കാണാനും സാധിക്കും. ഇപ്പൊ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് ഒന്നും ഉണ്ടാകില്ല. നിങ്ങൾ പെട്ടെന്ന് തന്നെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള വളരെ സ്മൂത്ത് ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി ഫൈനാൻഷ്യലി നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. അതാണ് യൂണിവേഴ്സ് പറയുന്നത്, ഈ മാസം തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇപ്പൊ ഈ ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നത് കൂടുതൽ നിങ്ങളുടെ ഉള്ളിലത്തെ ചിന്തകളാണ്. അത് നിങ്ങളെ കൊണ്ട് അത് സാധിക്കില്ല, നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ല എന്നൊരു തോന്നല് സബ് കോൺഷ്യസ്ലി അത് വളരെ ശക്തമാണ്. ഓക്കെ, അപ്പൊ അതിനെ റിലീസ് ചെയ്യാൻ പറയുന്നു. അതിനെ റിലീസ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ മിയർ തോട്ട്സ് ആണെന്ന് മനസ്സിലാക്കുക. വെറും ചിന്തകൾ, എത്രയോ ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു അല്ലെ? എല്ലാം നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എല്ലാത്തിലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതുപോലെ ഈ ഇങ്ങനത്തെ ചിന്തകളിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട, അതൊരു നിസ്സാരമായൊരു കാര്യമായിട്ട് കാണുക, അതിനെ തള്ളിക്കളയാം. കാരണം കണ്ടോ, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്താനായിട്ട് എന്താ പറയാ, അതിനൊരു ഡെസ്റ്റിനി, അങ്ങനെ വിധി ഉള്ള ഒരാളാണ്, അതിനൊരു സാധ്യത ഉള്ള ഒരാളാണ്, ആ പൊട്ടൻഷ്യൽ ഉണ്ട് നിങ്ങൾക്ക്. ഒരുപാട് പേരും പ്രശസ്തിയും ഒക്കെ നേടിയെടുക്കാനും നിങ്ങൾ വഴി നിങ്ങളുടെ കുടുംബത്തിന് ഒരുപാട് ഉന്നതി ഉണ്ടാകാനും ഒക്കെ. ഓക്കെ, അപ്പൊ അത് പക്ഷേ നിങ്ങളത് തിരിച്ചറിയണം. നിങ്ങൾക്ക് ആ തിരിച്ചറിവ് ഉണ്ടാവണം, നിങ്ങളത് പൂർണ്ണ മനസ്സോടെ അതിനെ അംഗീകരിക്കണം. അതെ, എനിക്ക് ജീവിതത്തിൽ ഉയരങ്ങളിൽ എത്താൻ സാധിക്കും, അതിനുള്ള കഴിവ് എനിക്കുണ്ട് എന്നുള്ളത്. അതാണ്, അത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടെന്ന്. അപ്പൊ നിങ്ങൾ ഇൻറ്റ്യൂഷനിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. എപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനെ വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ എന്താ പറയാ, എന്നെ കൊണ്ട് സാധിക്കില്ല, എനിക്ക് എന്നെ കഴിവുകളില്ല, അല്ലെങ്കിൽ അത് അസാധ്യമാണ്, അത് ഒരുപാട് ഉയരങ്ങളിലാണ്, അല്ലെങ്കിൽ ഒരുപാട് ദൂരെയാണ്, ഒരുപാട് കടമ്പകൾ കടക്കണം, അങ്ങനത്തെ ചിന്തകൾ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലേക്ക് ഫോക്കസ് ചെയ്യുക. ഇത് വെറും ചിന്തകളാണ് എന്ന് നിങ്ങൾ ആദ്യം തന്നെ പറയാം. ആ ചിന്തകളെ നിങ്ങൾ റിലീസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലേക്ക് ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണ് പറയുന്നത്? ഓക്കെ, ആ ഇൻറ്റ്യൂഷൻ പറയുന്നത് വേറൊന്നുമല്ല, നിങ്ങളാണ് മാസ്റ്റർ മാനിഫെസ്റ്റർ. നിങ്ങൾക്ക് എന്ത് നിങ്ങളുടെ ലൈഫിൽ വേണമോ അത് അതേ രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ കഴിവുള്ള ഒരാളാണ് നിങ്ങൾ. അത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളിടത്താണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് ഒക്കെ നിങ്ങൾക്ക് തന്നെ മറികടക്കാവുന്നതാണ്. അത് അത്രയും നിങ്ങൾ വിചാരിക്കുന്ന അത്ര ഭീകരമല്ല എന്ന് പറയുന്നു. നിങ്ങൾ ആ ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷന്റെ ഭാഗമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി കിട്ടാൻ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് തോന്നുന്നത് ഒരുപാട് കടമ്പകളുണ്ട് കടക്കാൻ. ഓക്കെ, അത് വലിയ വലിയ പ്രശ്നങ്ങളാണ്, ചാലഞ്ചസ് ആണ്, പെട്ടെന്നൊന്നും കടക്കാൻ സാധിക്കില്ല. പക്ഷെ അത് വളരെ ഈസിയാണ്. നിങ്ങൾക്ക് വളരെ സുഖകരമായിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ അത് വിശ്വസിക്കണം. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അത് നിങ്ങൾ അർഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ഉറപ്പ്, ആ ഒരു ചിന്ത ഉറയ്ക്കണം, നിങ്ങൾ അത് അർഹിക്കുന്നതാണ്. നിങ്ങളുടെ ഫാമിലി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി അത് നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരും അർഹിക്കുന്നതാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോഴാണ് നിങ്ങൾ എടുക്കുന്ന വർക്കിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. കണ്ടോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആ ഒരു പുതിയ ഷിഫ്റ്റ്, ഒരു പുതിയ അധ്യായത്തിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു ഘട്ടത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാനായിട്ട് സാധിക്കുള്ളൂ. കാരണം നിങ്ങൾ ഓൾറെഡി നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന ഫിസിക്കൽ ആക്ഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ആ ഒരു മെന്റൽ സ്പേസിലാണ് ഇനി നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിന് വേണ്ടുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യുന്നുണ്ടെന്ന് പറയും, നിങ്ങൾ അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി യൂണിവേഴ്സ് അത് അക്നോളജ് ചെയ്യുന്നു. പക്ഷെ ആ ഹാർഡ് വർക്ക് ചെയ്യുന്നതിന്റെ റിസൾട്ട് വരാത്തത് അവിടെ മെന്റൽ സ്പേസിലും കൂടെ നിങ്ങൾ വർക്ക് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് അതിന് അർഹതയുണ്ട്, നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. ആ ഒരു സക്സസ്, ആ ഒരു ലെവൽ ഓഫ് സക്സസ് അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി ലഭിച്ചു കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്ന ഒരു പൂർണ്ണ വിശ്വാസം നിങ്ങളുടെ ഉള്ളിലായിട്ടില്ല. ഓക്കെ, ആ വിശ്വാസം വരണം. അതുപോലെ അതിലേക്ക് എത്താൻ ഒരുപാട് കടമ്പകൾ കടക്കണം എന്നുള്ള ഒരു ചിന്ത ഉണ്ട്, അതിനെ നിങ്ങൾ റിലീസ് ചെയ്യണം. അതിന്റെ ആവശ്യമില്ല. ഓക്കെ, കാരണം നിങ്ങളുടെ കഴിവുകൾ കൊണ്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ആ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. അതാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. അതാണ് നിങ്ങളുടെ സബ് കോൺഷ്യസിലേക്ക് നിങ്ങൾ ഫീഡ് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പൊ ഈ ഒരു സ്കേഴ്സിറ്റിയുടെ ഒരു അധ്യായം, ഓക്കെ, സ്കേഴ്സിറ്റി, അതുപോലെ തന്നെ ഹാർഡ് വർക്ക്, എന്തും ഹാർഡ് വർക്ക് ചെയ്താലേ കിട്ടൂ എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ ഒരു അധ്യായം അവസാനിപ്പിക്കേണ്ട സമയമാണ് ഇപ്പോൾ. ഒക്ടോബർ മാസം നിങ്ങൾ അതിനായിട്ട് ഉപയോഗിക്കാൻ പറയുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് നിങ്ങൾക്ക് സന്തോഷം തരുന്ന നല്ല നല്ല കാര്യങ്ങൾ ഒക്ടോബർ മാസത്തിൽ തന്നെ നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും.
ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 2. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഇവിടെ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരാണ്. താങ്ക് യു. ഹലോ, നമസ്കാരം ഗ്രൂപ്പ് 3. അപ്പൊ നിങ്ങൾ തമ്മിലെടുത്ത മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കുന്നത് ഈ ഒരു ഒക്ടോബർ മാസം മികച്ചതാക്കാൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഗ്രൂപ്പ് 3യുടെ ഒക്ടോബർ മാസം മികച്ചതാക്കാൻ അവർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമുക്ക് 4 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ക്ലാരിഫൈ ദ 4 ഓഫ് കപ്സ്. Clarify the 4 of Cups. Three of Cups. Princess of Wands. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കണം എന്ന പിടിവാശി നിങ്ങൾക്ക് പാടില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഏതൊരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട്, അതിനായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ അതിനു വേണ്ടുന്ന ആക്ഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഓപ്പൺനെസ് വേണം. അതെങ്ങനെയാണോ ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ഒരു രീതിയുണ്ട് അല്ലെ, ശരിയായ രീതിയുണ്ട് നിങ്ങളിലേക്ക് നിങ്ങളുടെ ആഗ്രഹം എത്തിച്ചേരുന്നതിന്. ആ ശരിയായ രീതിയിൽ അത് എത്തിച്ചേരാനും അത് പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാനും നിങ്ങൾ തയ്യാറായിരിക്കണം. അതാണ് നിങ്ങളോട് ആദ്യമേ പറയുന്നത്. നിങ്ങൾ ഒരു കാര്യം ആഗ്രഹിക്കുക, അതിന്റെ കൂടെ അത് ഇന്ന സമയത്ത് നടക്കണം, ഇന്ന പോലെ നടക്കണം എന്നുള്ള പിടിവാശി പാടില്ല. നിങ്ങളോട് അതുപോലെ പറയുന്നത് നിങ്ങളുടെ ഇമോഷണൽ സൈഡും ലോജിക്കൽ സൈഡും ഒരുപോലെ ഓഗസ്റ്റ് മാസം എന്നാണ് പറയുന്നത്, ഒക്ടോബർ മാസത്തിൽ പ്രസന്റ് ആയിരിക്കണം, ഒരുപോലെ ആക്റ്റീവ് ആയിരിക്കണം. ആ ഒരു ബാലൻസ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കണം ഒക്ടോബർ മാസത്തിൽ. ഓക്കെ, കാരണം ചില പാസ്റ്റിലെ കുറിച്ച് ചില റെഫറൻസസ് അല്ലെങ്കിൽ ചില മെൻഷനിങ് ഒക്കെ ഉണ്ടാകാം. അപ്പൊ നിങ്ങൾ ഇമോഷണൽ സൈഡിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വല്ലാതെ വൾണറബിൾ ആകാൻ സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ ഉള്ള ആത്മവിശ്വാസമൊക്കെ നഷ്ടപ്പെടാൻ ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളുടെ ലോജിക്കൽ സൈഡും കൂടെ ആക്റ്റീവ് ആയിരിക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഈ പാസ്റ്റിനെ കുറിച്ച് മെൻഷൻ ചെയ്യുമ്പോൾ അത് കഴിഞ്ഞു പോയതാണ്, അതിനെക്കുറിച്ച് എത്ര സംസാരിച്ചാലും അതൊരു വേസ്റ്റ് ഓഫ് ടൈം മാത്രമാണ് എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനേ പറ്റുള്ളൂ. അപ്പൊ അവിടെ ആ ഒരു ഇമോഷണലി നിങ്ങൾ വീക്ക് ആകില്ല. ഓക്കെ, ഇമോഷണലി അവൈലബിൾ ആകാം, പക്ഷെ ഇമോഷണലി എന്താ പറയണ്ടേ, വൾണറബിൾ ആകാതിരിക്കുക. അവൈലബിൾ ആയിരിക്കണം, പക്ഷെ അവിടെ ടു മച്ച് നിങ്ങൾ ഇമോഷണൽ ആകാതെ ഇരിക്കാൻ പറയുന്നു. ഒരുപാട് കാര്യങ്ങളിൽ ഇൻറ്റ്യൂഷൻ നിങ്ങളെ സഹായിക്കുന്നതാണ്, റൈറ്റ് ഡെസിഷൻ എടുക്കുന്നതിനും റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ചൂസ് ചെയ്യുന്നതിനും ഒക്കെ എല്ലാം. ഓരോ സിറ്റുവേഷനിലും നിങ്ങൾ എന്തൊക്കെ പറയണം എന്നതിനെ സംബന്ധിച്ച് പോലും ഗൈഡൻസ് നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണെന്ന് പറയുന്നുണ്ട്. അത് കൃത്യമായി ഫോക്കസ് ചെയ്ത് അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നു. ഓക്കെ, അതുപോലെ നിങ്ങൾ എന്തൊരു കാര്യത്തിനായി പ്രയത്നിക്കുന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ധൈര്യമായിട്ട് കോൺഫിഡൻറ്റോട് കൂടെ അത് ചെയ്യാനാണ് പറയുന്നത്. അതിലേക്ക് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറയുന്നു. ഓക്കെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് വേഗത്തിലാണ് അതിൽ പ്രോഗ്രസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ. ഈ ഒരു ഇപ്പൊ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ആ ഒരു നിങ്ങളുടെ എന്താ പറയണ്ടേ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് കാണുന്നത്. ആ കൺഫ്യൂഷൻ ഒക്കെ മാറുന്നതാണ്. ഓക്കെ, ഈ ഒരു മാസത്തിലെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ. അപ്പൊ ഇപ്പൊ കൺഫ്യൂഷനുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ ക്ലാരിറ്റി ലഭിക്കുമ്പോൾ എന്ത് വേണം, വളരെ കോൺഫിഡന്റ് ആയിട്ട് വളരെ ധൈര്യത്തോടെ നിങ്ങളെ കൊണ്ട് എന്ത് ആക്ഷൻ അപ്പ് എടുക്കാൻ പറ്റുക അത് ചെയ്യാം. ഓക്കെ, അത് ചെയ്യാം. അതിന്റെ അങ്ങനെ ചെയ്താൽ കിട്ടോ ഇല്ലയോ അത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട. നിങ്ങളെ കൊണ്ട് ഇപ്പൊ പറ്റുന്ന കാര്യം എന്താണ്, ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം നേടിയെടുക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ഷൻസ് എന്താണ് അത് നോക്കുക, അത് ഫോക്കസ് ചെയ്യുക. ആ ആക്ഷൻസ് വളരെ ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ അത് എടുക്കുക. ഓക്കെ, കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരേണ്ട കാര്യങ്ങൾ ഉണ്ടാവും, അത് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഈ കൺഫ്യൂഷൻ ഒക്കെ മാറി മാറി ക്ലാരിറ്റി ലഭിക്കുന്നത് കാണാൻ സാധിക്കും. ആ ഒരു സിറ്റുവേഷനിൽ എന്താണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് അതിനോട് നിങ്ങൾ അടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു ഏരിയയിൽ ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതുവരെ ഇല്ലാത്തൊരു പ്രോഗ്രസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളോട് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക, യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക.
നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചൊരു ക്ലാരിറ്റി കണ്ടെത്താൻ ശ്രമിക്കും തോറും നിങ്ങൾക്ക് അവിടെ ഒരു ക്ലാരിറ്റി ലഭിക്കില്ല. ഓക്കെ, അപ്പൊ കൺഫ്യൂസ്ഡ് ആകുകയുള്ളൂ. അപ്പൊ അത് വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യാം. എന്നിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലാരിറ്റിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രോഗ്രസ്സും ആ ഒരു സിറ്റുവേഷനിൽ യൂണിവേഴ്സ് കൊണ്ട് തരുന്നതാണ്. ഓക്കെ, അതിൽ നിങ്ങൾ യാതൊരു തരത്തിലുള്ള ഒരു എന്താ പറയണ്ടേ, നിങ്ങൾ അതിൽ ഒരു തരത്തിലും കൺഫ്യൂസ്ഡ് ആകരുത്, അല്ലെങ്കിൽ അതിൽ നിങ്ങൾ ഒരു തരത്തിലും ഒരു എന്താ പറയാ അങ്ങനെ നടക്കുമോ എന്നൊരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഡെഫിനറ്റ്ലി നടക്കും. ഈ പറഞ്ഞ ഗൈഡൻസ് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 3. നിങ്ങൾ ഒരുപാട് കാര്യത്തിൽ നിന്ന് ഫോക്കസ് ചെയ്യേണ്ട ഒക്ടോബറിൽ. നിങ്ങളുടെ ഒക്ടോബർ മാസം മികച്ചതാക്കാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ എനിക്ക് തോന്നുന്നു ഓൾറെഡി ഒരു ഹീൽഡ് ആയിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ആ ഒരു ഒത്തന്റിക് സെൽഫിലായിക്കൊണ്ട്, നിങ്ങളുടെ ഏറ്റവും ഒരു ഹയസ്റ്റ് വേർഷനിലായിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഒക്ടോബർ മാസത്തിൽ ഇരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ കൃത്യമായി ഗൈഡൻസ് ഫോളോ ചെയ്യുക. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാലും മറക്കാതെ ചന്ദ്രകന്ത ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കണം. ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ ലഭിക്കുന്നതിനായിട്ട് മറക്കാതെ ചന്ദ്രകന്ത ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗോട് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു.